അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിയദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിരികനാ വആലി കുല്ലിം വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഏറ്റവും ഉത്തമമായ കർമ്മങ്ങൾ, അതും ഏറ്റവും ഉത്തമമായ സമയത്ത്, ഏറ്റവും ഉത്തമമായ രീതിയിൽ നമ്മൾ ചെല്ലുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രതിഫലം നമുക്ക് ആർജിക്കാൻ സാധിക്കുന്നു. ഇത്തരമുള്ള കർമ്മങ്ങൾ ഏതാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഗുണഫലം ലഭിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണ് എന്ന് ചോദിച്ചാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറുപടി പറയുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കത് കാണാം. മഹാനായ തിർമിദി ഇമാമും ഇബ്നു മാജയും അടക്കമുള്ള മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി മിസ്കാത്തുൽ മസാബിഹിലും ഈ ഹദീസ് നമുക്ക് കാണാം. അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് എന്നതുമാണ്. ഇമാം തീബി റളിയല്ലാഹു അൻഹു സൂക്ഷ്മജ്ഞരായ പണ്ഡിതരിൽ ചിലർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: തെഹ്ലിയിൽ ഉത്തമ ദിക്റാകാനുള്ള കാരണം അത് അകത്തളത്തിലെ ദുർഗന്ധങ്ങളിൽ നിന്ന് സംസ്കരിക്കുന്നതിൽ വലിയ സ്വാധീനം ഈ ദിക്റിനുണ്ട് എന്നുള്ളതാണ്. സ്വന്തം ഇച്ഛയെ തൻ്റെ ആരാധ്യനാക്കിയവരെ നിങ്ങൾ കണ്ടില്ലേ? അഫറഅയ്ത മനിത്തഖദ ഇലാഹുഹു ഹവാ എന്ന് ഖുർആൻ ചോദിച്ചതുപോലെ, പല ബാഹ്യവും ആന്തരികമായ വസ്തുക്കളെയും നാം ആരാധ്യരാക്കുന്നതിൽ നിന്ന് ശക്തമായി നിരാകരിക്കുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ, ഒരു ആരാധ്യ വസ്തുവുമില്ല. അത് തടിച്ചയായിരുന്നാലും മറ്റ് ആരാധ്യ വസ്തുക്കളെയും എല്ലാറ്റിനെയും നിരാകരിക്കൽ അതിലുണ്ട്. അപ്പം അത് ബാഹ്യവും ആന്തരികമായി എല്ലാറ്റിൽ നിന്നും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സംസ്കരിക്കുന്നു. പിന്നീട് അവിടെ സ്ഥിരപ്പെടുത്തുകയാണ് ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ എന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന. അതുകൊണ്ടാണ് ഈ ദിക്റിന് ഇത്രയും വലിയ മഹത്വം ലഭിച്ചത്. അത് ബാഹ്യവും ആന്തരികമായി മനുഷ്യനെ സംസ്കരിക്കുന്ന ദിക്റാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇനി മഹാനായ ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിയയിൽ പറയുന്ന മറുപടി നമുക്കൊന്ന് നോക്കാം. മഹാനവറുകൾ പറയുന്നതാണ്: സാഹചര്യം കൊണ്ടും സന്ദർഭം കൊണ്ടും അള്ളാഹും റസൂലും പ്രത്യേകമാക്കിയിട്ടില്ലാത്ത ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വിശുദ്ധ ഖുർആനാണ്. അത് കഴിച്ചാൽ പിന്നെ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അതേസമയത്ത് പ്രത്യേക സമയത്ത് ചെല്ലേണ്ട വാരിദായ ദിക്റുണ്ടെങ്കിൽ അതിനാണ് ശ്രേഷ്ഠത. അതല്ലാത്ത സമയത്ത് പിന്നെ ഖുർആനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. പിന്നെ അത് കഴിഞ്ഞാൽ തഹ്ലീലിനാണ് ഏറ്റവും ശ്രേഷ്ഠത. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്ന് മുത്തുനബിയുടെ ഹദീസ് തന്നെയാണ് അതിന് തെളിവ്. ഇനി മറ്റൊരു അഭിപ്രായം അനുസരിച്ച് അൽഹംദുലില്ലാഹ് എന്ന ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 മടങ്ങും അൽഹംദുലില്ലാഹ് എന്നതിൽ 30 മടങ്ങും പ്രതിഫലമുണ്ട് എന്ന ഒരു ഹദീസാണ് അതിന് തെളിവ്. അപ്പോൾ തഹ്ലീലിന്റെ മഹത്വത്തിന് മറ്റൊരു ചില വ്യാഖ്യാനം നൽകിയത് ഇപ്രകാരമാണ്: അത് ദിക്റിന്റെ ഇനങ്ങളിൽ ഏറ്റവും ആശയ വൈപുല്യമുള്ളതാണ്. കാരണം അത് പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളെയും ഖണ്ഡിതമായി സ്ഥാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണമായ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുന്നു. ന്യൂനതകളുടെ എല്ലാ ഗുണങ്ങളും മറ്റ് ദൈവങ്ങളെ മുഴുവനും ഖണ്ഡിതമായി നിരാകരിക്കുന്നു എന്നുള്ളതാണ്. മഹാനവറുകൾ പറയാണ്: രണ്ടിനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരിനത്തെ മാത്രം ഉൾക്കൊള്ളുന്നതിനേക്കാൾ ശ്രേഷ്ഠമാകുമല്ലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി പോലെ തസ്ബീഹും ഹംദും ഉൾക്കൊണ്ട വാക്യം അത് വെറും തസ്ബീഹ് മാത്രം അല്ലെങ്കിൽ ഹംദ് മാത്രം ഉൾക്കൊള്ളുന്നതിനേക്കാളും ഏറ്റവും മഹത്വമുണ്ട്. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ സംസാരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നതാകുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 വാക്യങ്ങളുടെ സമുച്ചയം
പൊതുവായ മറ്റു എല്ലാ ദിക്റുകളെക്കാളും ശ്രേഷ്ഠമാണെന്ന കാര്യം വിദൂരമല്ല. മഹാനവറുകൾ പറയുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അനശ്വര കർമ്മങ്ങളെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനും മറ്റും പലരും ഈ 4 വാക്യങ്ങളിൽ പരിമിതപ്പെടുത്തി എന്നത് അതിന് ഉപോത്ഫലകമാണ്. ബഖിയാത്തു സ്വാലിഹാത്ത് എന്നത് ഈ 4 എണ്ണത്തിലും അവർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റാണ് എന്ന് ആറ്റിക്കുറുക്കി മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്താവുൽ ഹദീസിയയിൽ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലി വലിയ മഹത്വം കൈവരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.